ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇന്നെൻ്റെ ബർത്ത്ഡേ. അപ്പം അമ്പലത്തിലൊന്ന് പോകണം. മിക്കക്കൂട്ട നല്ല ഉറക്കം, നല്ല മഴയാണ് പുറത്ത്. ഇപ്പം ഇവിടെ അടുത്ത് തന്നെ തിരുവങ്ങാട് പെരളശ്ശേരി പോകണമെന്നാണ് വിചാരിച്ച്. അപ്പം നല്ല മഴയാണ്, അതുകൊണ്ട് തിരുവങ്ങാട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം വിക്കിക്കുട്ടനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വിക്കിക്കുട്ടൻ നല്ല ഉറക്കാം. അവൻ ഉറങ്ങി എണീക്കുമ്പോഴേക്ക് എനിക്ക് റെഡിയാണ്. എന്നാൽ പിന്നെ റെഡി ആയിട്ട് വരട്ടില്ല. വിക്കിക്കുട്ടൻ ഇതാ നല്ല ഉറക്കാം. അപ്പം മോയ്സ്ചറൈസറും സൺക്രീമൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചു ഈശ്വരാവുന്ന വീഡിയോ എടുത്തിട്ടല്ലോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഇതാ പ്ലമ്മിൻ്റെ ആണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോയ്സ്ചറൈസർ. അപ്പം ഓയിൽ സ്കിന്നിനൊക്കെ നല്ലതാണ്, പക്ഷേ ഇത് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. എനിക്ക് പലപ്പോഴും വാങ്ങിക്കാൻ കഴിയാറില്ല. അപ്പം ഞാൻ പോൺസിൻ്റെ ഒക്കെ വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ പോൺസിൻ്റെ ഒക്കെ ഇട്ടാൽ ഇട്ടെന്ന് ഫീൽ ചെയ്യും, പക്ഷേ പ്ലമ്മിൻ്റെ ഒന്നും അങ്ങനെയല്ല. പിന്നെ സൺസ്ക്രീന് റീക്വലിൻ്റെ ആണ്. ഇതും 1 വർഷമൊക്കെ കഴിഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്, അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിട്ടാൽ ഫൗണ്ടേഷൻ ഇടണ്ട. പിന്നെ മസ്കാര, പിന്നെ ഐക്കോണിക് കാജൽ, പിന്നെ ലിപ്സ്റ്റിക്ക് പ്ലമ്മിൻ്റെ ആണ് കേട്ടോ. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറച്ചിട്ടാൽ തന്നെ കുറേ ഇട്ട പോലെ ഒരു ഫീലാണ്. ഇത് വാങ്ങിച്ചിട്ടിപ്പോൾ അത്രേ ആയിട്ടുള്ളൂ. പക്ഷെ ഇതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് മറ്റേ എന്തോപ്പോൾ അതിൻ്റെ പേര് ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞിട്ട്, മെബിലിൻ്റെ അല്ല, ലാക്മീൻ്റെ. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ എൻ്റെ ഇത് തീർന്നു പോയി. അത് ഓഫറിലെല്ലാം കിട്ടും, നൈക്കയിൽ 300 സംതിങ് എത്ര ഉണ്ട്. ആ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇത് ആ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. ഞാനപ്പോൾ റെഡി ആയിട്ട് വരാം കേട്ടോ. റെഡി ആയിട്ട് വന്നു. ഏട്ടൻ എനിക്ക് 2-3 ഫോട്ടോസൊക്കെ എടുത്തന്നു. അപ്പം നമ്മൾ തിരുവങ്ങാട് അമ്പലത്തിലേക്ക് പോവുകയാണ്. രാവിലെ നല്ല മഴയുണ്ടായിന്. അങ്ങനെയല്ലോ തിരുവങ്ങാട് പിടിച്ചു. മഴയൊന്നും കൊണ്ടിട്ടില്ല. നമ്മൾ ഇറങ്ങുമ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞിന്. രാവിലെ എണീക്കുമ്പോൾ നല്ല മഴയായിരുന്നു. തിരുവങ്ങാട് അമ്പലത്തിലെത്തി. ശ്രീരാമനെ കണ്ടു. ആ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഏതൊരു അമ്പലത്തിലായാലും നമുക്കിപ്പം അമ്പലത്തിലേക്ക് എത്തുന്ന സമയത്ത് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. തിരുവങ്ങാട് അമ്പലത്തിൽ ഫുള്ള് എന്താ പറയുക, ഫുള്ള് പച്ചപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് പ്രകൃതിയോട് നമ്മളിങ്ങനെ ഇണങ്ങിച്ചേരുന്ന പോലെയാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഫുള്ള് പച്ചപ്പാണ്. നല്ല രസമാണ് അവിടെയൊക്കെ. നമ്മളങ്ങനെ വഴിപാടൊക്കെ കഴിച്ചു വീട്ടിലേക്ക് എത്തിയിട്ടോ. ഏട്ടൻ ചിക്കൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ ചിക്കൻ പൊരിച്ചത്, പപ്പടം, പിന്നെ ഞാൻ ചിക്കൻ കറിയും വെച്ച്. ഞങ്ങളൊക്കെ കഴിക്കാൻ പോവുകയാണ്. ചിക്കൻ്റെ പീസിൽ നിങ്ങൾക്കൊക്കെ ഏതാ ഇഷ്ടം? എനിക്ക് ചിക്കൻ്റെ കാല് ഭയങ്കര ഇഷ്ടം. ചിക്കൻ്റെ കാലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിക്കൻ്റെ കാല് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ വൈകുന്നേരമായപ്പം കടൽപ്പാലം കാണാൻ പോയി. അങ്ങനെ കടൽപ്പാലത്തു നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കടൽ നോക്കി കുറേ ടൈം ഇരുന്നു. പ്രോക്കോണൊക്കെ കഴിച്ചു. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ എന്താ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരം ആയാലും ഇങ്ങനെ കടൽ തീരത്ത് വന്നിങ്ങനെ കടൽ നോക്കിക്കൊണ്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ വേറെ തന്നെ ഒരു ഫീലാണല്ലേ. നല്ല കാറ്റും ഉണ്ട് അതിന്.
ഞാൻ ഏട്ടനിക്ക് കൊടുക്കുന്ന നേരത്തെ ഏട്ടൻ പറഞ്ഞു വേണ്ട നീ കഴിച്ചോ. അപ്പം ഞാൻ കൊടുക്കുന്നതിനും ഏട്ടനതിന് മുന്നേ ഞാൻ കൊടുത്തായിരുന്നു 2-3 സ്പൂണ്. അങ്ങനെ ഏട്ടൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. വിക്കിക്കുട്ടൻ നമ്മളെ ഫോട്ടോയിലൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അവൻ എവിടെയല്ലോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ചില സമയമൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വിളിച്ചാൽ അവൻ നോക്കും. ഇല്ലെങ്കിൽ നമ്മൾ കുറേ സമയം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം, വിക്കിക്കുട്ടാ നോക്ക് ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് എത്തി. ഏട്ടൻ കേക്ക് വാങ്ങിച്ചെന്നായിരുന്നു. എനിക്ക് എന്താ പറയുക, എനിക്ക് വല്ലാത്തൊരു സന്തോഷിക്കുന്നൊരു ദിവസമായിരുന്നു. ഇങ്ങനെ കേക്കൊക്കെ മുറിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അമ്മ അവിടെ നിന്ന് കൈമുട്ടി ഹാപ്പി ബർത്ത്ഡേ ചിമ്മു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിന്. അപ്പം എൻ്റെ ഈ പേര് ചിമ്മു എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, ഇതെന്തേ ചിമ്മു എന്ന് പേര്, വേറെ പേരൊന്നുമില്ലേ? ചിമ്മു എന്ന് പറയുമ്പോൾ പറയും ശരിക്കും പേരെന്നാ ചിമ്മു എന്നാണോ, ഇതാരാ ചിമ്മു എന്ന് പേരിട്ടേ? ഞാൻ പറഞ്ഞു അങ്ങനെ പേരായി. അപ്പോൾ ചിമ്മു എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അമ്മക്ക് കേക്ക് കൊടുക്കാൻ പോകുമ്പോൾ അമ്മ പറയുക നിൻ്റെ കെട്ടിയോന് ഫസ്റ്റ് കൊടുക്കുന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കെട്ടിയോന് ഫസ്റ്റ് കൊടുത്തിട്ടില്ല, അമ്മക്ക് തന്നെ ഫസ്റ്റ് കൊടുത്തു. അമ്മ ദാനക്ക് വായിൽ വെച്ച് തരികയാണ്. വിക്കിക്കുട്ടീനെ ആരും എന്തേ വായിൽ വെച്ച് കൊടുക്കാത്തേ, എന്നെ ആരും എന്തേ മൈൻഡാക്കാത്തേ എന്നൊരു മനോഭാവത്തിലാണ് അവൻ നിൽക്കുന്നത്. അമ്മ എന്നിട്ട് കൈകൊട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേക്ക് ഞാൻ കഷ്ണം എടുത്തിട്ട് അച്ഛനൊക്കെ കൊടുക്കുകയാണ്. അച്ഛൻ വായിലൊക്കെ വെച്ച് തന്നു. നല്ലൊരു കേക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ക്രീമാണ്. ഇതായിട്ട് എനിക്ക് കൊടുക്കുകയാണ്. വാരി കഴിക്കി ലോകത്തും തേച്ച് കാലമാട പണി കൊടുക്കാം. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ.